Hello guys, welcome back to Learning Science with RK. ഇത് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ചതെന്ന് വെച്ചാൽ ഓർഗാനിസംസിനെ അതിൻ്റെ ക്യാരക്ടേഴ്സ് ഫീച്ചേഴ്സ് എന്താണ്, ലിവിങ് ബീയിങ്സിൻ്റെ ക്യാരക്ടേഴ്സ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് പഠിച്ചത്. ദിസ് ചാപ്റ്റർ വി ആർ ഗോയിങ് ടു സീ ഹൗ വി ആർ ഗോയിങ് ടു ക്ലാസിഫൈ ദീസ് ഓർഗാനിസംസ്, എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഹിസ്റ്റോറിക്കലി നമ്മൾ ഇതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കൈൻഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അരിസ്റ്റോട്ടൽ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ഫിലോസഫർ ആയിരുന്നു ചെയ്തിരുന്നത്. നിങ്ങൾ അരിസ്റ്റോട്ടലിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. യൂസ് എ ഗ്രീക്ക് ഫിലോസഫറാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ. സോ അരിസ്റ്റോട്ടൽ ആക്ച്വലി he classified plants basically into three categories based on the morphological features. Okay, morphology, plants ന്റെ ലുക്ക് നോക്കി മാത്രം, ഇപ്പോൾ ഔട്ട്സൈഡ് ലുക്ക് നോക്കി മാത്രം morphology base he classified plants into three groups: herbs, shrubs and trees. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് പ്ലാന്റ്സിൻ്റെയാണ് ബേസിക്കലി പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അനിമൽസ് മിസ്സിംഗ് ആണ് കൂടുതൽ തന്നെ. പിന്നെ അതുപോലെ തന്നെ പല ട്രീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ബാക്കി ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ ഇത് ഓൾമോസ്റ്റ് ഇൻകംപ്ലീറ്റ് അല്ലേ. നമുക്ക് പല ഓർഗാനിസം ഇതിൽ മിസ്സിംഗ് ആയതുകൊണ്ട് ദിസ് classification has not been taken into consideration much. But later, another Swedish zoologist called Carl Linnaeus, he classified plants into two kingdoms. Okay, kingdom എന്നുള്ള വേർഡ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ജസ്റ്റ് റിക്കലക്ട് ദോസ് വേർഡ്സ്. അതായത് നമ്മൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എല്ലാം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സമയത്ത് അപ്പോൾ ഹോമോസാപ്പിയൻസ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തല്ലേ. അപ്പോൾ അതിനകത്ത് ഏറ്റവും ടോപ്പിൽ വരുന്ന ഒരു കിങ്ഡം ആയിരുന്നു അനിമേലിയ, ഓർമ്മയുണ്ടോ? സോ ലൈക്ക് വൈസ് ദിസ് ഈസ് എ കിങ്ഡം. ഓക്കെ, അതായത് ഏറ്റവും വലിയ ഗ്രൂപ്പാണ്. ചെറിയ ഗ്രൂപ്പിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. വി ആർ ഡിസ്കസിങ് അബൌട്ട് ദി ടോപ്പ് മോസ്റ്റ് ഗ്രൂപ്പ് ഓഫ് all the levels. So ഈ കിങ്ഡത്തിൽ he classified simply into Plantae and Animalia. So this was a kind of okay classification because there are plants and animals. Most majority of animals are included. But ഈ കൂട്ടത്തിൽ തന്നെയായാലും ബാക്ടീരിയ അതുപോലെ തന്നെ പല സംഭവങ്ങളും മിസ്സിംഗ് ആയിരുന്നു. ബാക്ടീരിയൽ ക്യാരക്ടറൈസേഷൻ അതൊക്കെ അതുപോലെ തന്നെ ഇതിനുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ മിസ്സിംഗ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ പ്ലാന്റ്സിൽ തന്നെ ഫോട്ടോസിന്തറ്റിക് നോൺ ഫോട്ടോസിന്തറ്റിക് ഉണ്ടാവാം. അങ്ങനെ പല പല ലോവർ കിങ്ഡംസിലുണ്ട്. അതുപോലെ പല പല ഫാക്ടേഴ്സും മിസ്സിംഗ് ആയിരുന്നു. സോ ദിസ് ക്ലാസിഫിക്കേഷൻ വാസ് ഓൾസോ abandoned shortly until in 1969 a scientist called, he was an American plant ecologist. Okay, പരിസ്ഥിതി ശാസ്ത്രജ്ഞനായിരുന്നു, പ്ലാന്റ് പരിസ്ഥിതി ശാസ്ത്രജ്ഞനായിരുന്നു. His name was Robert Whittaker, Robert H. Whittaker. He proposed a 5-kingdom classification. നമ്മൾ ഒരു 2 കിങ്ഡം മുകളിൽ പഠിച്ചു. In addition, he prepared a 5-kingdom, he postulated a 5-kingdom classification. So it means that he classified all the living beings into 5 different kingdoms. Okay, and 5 kingdoms എന്തൊക്കെ? 5 kingdomsനെ on what basis ആണ്? The criteria for, what was the criteria? എന്തിൻ്റെ ബേസിലാണ് നമുക്ക് പുള്ളിക്കാരനെ ക്ലാസിഫൈ നോക്കാം. The first is based on the cell structure. സോ ഇതിൽ പ്രൈമറിലി വരുന്നത് സെൽ വോളിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ്. അതായത് ഒരു സെല്ലിൻ്റെ സെൽ വോൾ എങ്ങനെയൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മോസ്റ്റ്ലി ഹി ടുക്ക് ഇൻ ടു കൺസിഡറേഷൻ. ദ സെക്കൻഡ് വൺ ഈസ് ദി ബോഡി ഓർഗനൈസേഷൻ. ബോഡി ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ വെദർ ദേ ആർ യൂണിസെല്ലുലാർ ആണോ, ദാറ്റ് മീൻസ് ഒരു സിംഗിൾ സെല്ല് കൊണ്ടാണ് ഓർഗാനിസം ഉണ്ടാക്കിയിരിക്കുന്നത്, ഓർ വെദർ ദേ ആർ മൾട്ടി സെല്ലുലാർ. ഇങ്ങനെയുള്ള ഫീച്ചേഴ്സാണ് മോസ്റ്റ്ലി കൺസിഡർ ചെയ്തത്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നാൽ ഹി ടുക്ക് ഇൻ ടു കൺസിഡറേഷൻ വാസ് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഈ ഒരു ഭാഗം നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അപ്കമിങ് ഇതിൽ പഠിക്കുന്നുണ്ട്. എനി ഹൗ മോഡ് ഓഫ് ന്യൂട്രീഷൻ വെച്ചാൽ വെദർ ദേ ആർ ഫോട്ടോസിന്തറ്റിക്, അതായത് ഫോട്ടോസിന്തസിസ് വഴി നമ്മൾ കേട്ടിട്ടുണ്ട് പ്രകാശ സംശ്ലേഷണം അല്ലേ, ഫോട്ടോസിന്തസിസ് വഴിയാണോ അല്ലാതെ ഓർ നോൺ ഫോട്ടോസിന്തറ്റിക് എന്ന് പറയും. നോൺ ഫോട്ടോസിന്തറ്റിക് മോഡായിരിക്കും അവരുടെ ന്യൂട്രീഷൻ. അപ്പം അങ്ങനെ ഒരു ബേസും ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ യൂസ് ചെയ്തു. ആൻഡ് അതർ വൺ വാസ് റിപ്രൊഡക്റ്റീവ് മെത്തേഡ്, റിപ്രൊഡക്ഷൻ, ഹൗ ദീസ് ഇൻഡിവിജ്വൽസ് റിപ്രൊഡ്യൂസ്. ഓക്കെ, അതിനകത്ത് വരുന്നത് എസെക്ഷൽ റിപ്രൊഡക്ഷൻ ഉണ്ട്, സെക്ഷൽ റിപ്രൊഡക്ഷൻ ഉണ്ട്. എസെക്ഷൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്, സ്പോർട്സ്, ഫിഷൻ അങ്ങനെയൊക്കെ. ഓർ സെക്ഷൽ റിപ്രൊഡക്ഷൻ ഓർ ബൈ മീൻസ് ഓഫ് സ്പെഷ്യൽ sexual organs, male and female reproductive organs.
So, and also the last one was the phylogenetic criteria or evolutionary. അതായത് evolution നിങ്ങൾക്കറിയാം, പരിണാമം പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ, എവല്യൂഷൻ. അങ്ങനെ ഈ എവല്യൂഷൻ്റെ ബേസിസിലും ആണ്. ഇങ്ങനെ 5 ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, വാട്ട് വാസ് ദ ക്രൈറ്റീരിയ that was used by Whittaker for classifying the organism. ഒന്നാമത്തേതാണ് ബോഡി സ്ട്രക്ചർ, രണ്ടാമത്തത് ബോഡി ഓർഗനൈസേഷൻ, സെൽ സ്ട്രക്ചർ, രണ്ടാമത്തത് ബോഡി ഓർഗനൈസേഷൻ, മൂന്നാമത്തത് മോഡ് ഓഫ് ന്യൂട്രീഷൻ, നാലാമത്തെ റീപ്രൊഡക്ഷൻ, ആൻഡ് അഞ്ചാമത്തത് ഫൈലോജനറ്റിക് ഓർ characteristic or evolutionary characteristic. So these are the 5 characters that Whittaker used for postulating the 5 kingdom classification. Clear? Hope it's clear for you. പിന്നെ നമ്മൾ 5 കിങ്ഡംസ് പറഞ്ഞു. അതിൽ തന്നെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന കിങ്ഡം എന്ന് പറയുന്നത് ഫസ്റ്റ് കിങ്ഡം മുനീറ. MONER. ഈ മുനീറ എന്ന് പറയുന്നത് the sole group of this kingdom മുനീറ is bacteria. നമുക്കറിയാം ബാക്ടീരിയ എന്ന് പറയുന്നത് ഇറ്റ്സ് ഹൈലി അബണ്ടന്റ് ആണ് അല്ലേ. എവിടെ നോക്കിയാലും നമുക്ക് ബാക്ടീരിയൽ പ്രസൻസ് കാണാം. അപ്പോൾ ഈ ബാക്ടീരിയ ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് അബണ്ടന്റ് മൈക്രോ ഓർഗാനിസം പ്രസന്റ് ഓൺ ദി എർത്ത്. ഓക്കെ, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു മൈക്രോ ഓർഗാനിസമാണ് ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയ തന്നെ കിങ്ഡം മുനീറയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ചെറിയ 1-2 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഇതിവിടെ കിടക്കട്ടെ. അതിനകത്ത് തന്നെ നമുക്ക് പഠിക്കാനുള്ള ഈ ബാക്ടീരിയയുടെ മോർഫോളജി അനുസരിച്ചിട്ട് കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്, പലതരത്തിലുള്ള ലുക്ക്, ഔട്ട്സൈഡ് ലുക്ക്. അതിനകത്ത് ഒന്നാമത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോക്കായി, COCCI. ഈ കോക്കായി എന്ന് പറഞ്ഞാൽ സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും, അതായത് ഉരുണ്ടിരിക്കും, വട്ടം പോലെ ഇരിക്കും. ഇതായിരിക്കും സ്ഫെറിക്കൽ. ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ പറയുകയാണ്, സ്ഫെറിക്കൽ എന്ന് പറയുമ്പോൾ വട്ടമല്ലേ. സോ യു ഹാവ് ടു റിമെമ്പർ ദർ ഇസ് എ നോ ഹിയർ. സോ കൊക്കായി സ്ഫെറിക്കൽ, അത് ഓർത്തിരിക്കുക, ഈസി വേ ടു റിമെമ്പർ. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ബാസിലായി. ആക്ച്വലി ഇവർ റോഡ് ഷേപ്ഡ് ആണ്. റോഡ് എന്ന് വെച്ചാൽ ദണ്ട് പോലെ ഇരിക്കും ഇങ്ങനെ. ഓക്കെ, അപ്പോൾ അത് എഴുത്തൊരിക്കുക. അപ്പം ഇവിടെ 2 L ഉണ്ട്, അത് ഓർത്തിരിക്കുക. സോ ബാസിലെ എന്ന് പറയുമ്പോൾ റോഡ് ഷേപ്ഡ് ആണ്. അപ്പോൾ ഇതും ഒരു ഹിൻ്റായിട്ട് നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ മറന്നു. ബാസിലെ റോഡൊന്ന് ഇത്ര കാണപ്പെട്ട് പഠിക്കും. ഇപ്പോൾ 2 റോഡ് ഇവിടെ ഉണ്ടെന്ന് ഓർമ്മ വരുന്നുണ്ട്. ഇത് റോഡായിട്ട് ഇത് റോഡായിട്ട് കൺസിഡർ ചെയ്യാം. സോ ബാസിലൈ റോഡ് ഷേപ്ഡ്. ഓക്കെ, ആൻഡ് ദി അതർ വൺ ഈസ് സ്പൈറല്ല. ആസ് എ നെയിം സജസ്റ്റ്, സ്പൈറൽ ആയിട്ടിരിക്കുന്നത് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ആൻഡ് ഓൾസോ ദേ ഹാവ് അതിന് സീലിയാസ് ഉണ്ടാവും, ഫ്ലജല്ല സീലിയാസ് ഉണ്ടാവും. സോ ഇതിങ്ങനത്തെയുള്ള ഫോംസ് ആണ് സ്പൈറല്ല. സോ ദേ ആർ സ്പൈറൽ ഷേപ്ഡ് ആയിരിക്കും മോസ്റ്റ്ലി. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് കോക്കായി. സോ ദ ലാസ്റ്റ് വൺ ഈസ് വിബ്രിയം. ദേ ആർ കോമ ഷേപ്ഡ് ആണ്. ഓക്കെ, കോമ ഷേപ്പ് എന്ന് വെച്ചാൽ ഇതുപോലെ ഇരിക്കും. സോ വിബ്രിയോ, അത് എളുപ്പം എന്ന് വെച്ചാൽ നിങ്ങൾ വിബ്രിയോ കോളറേന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു എളുപ്പത്തിൽ വിബ്രിയോ കോളറേന്ന് ഓർത്തിരുന്നാൽ മാത്രം ഈ കോളറ കോമ. ഓക്കെ, വിബ്രിയോ കോളറേന്ന് വെച്ചാൽ ദിസ് ഇസ് മൈക്രോ ഓർഗാനിസം ബാക്ടീരിയ വിച്ച് കോസസ് കോളറ ഡിസീസ് ഉണ്ടാക്കുന്നത് ഹ്യൂമൻസിൽ. അത് ഓർത്തിരുന്നാൽ മതി. വിബ്രിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ കോമ ഷേപ്പ്. സോ വൺസ് അഗെയിൻ, based on the morphology, bacteria classified into 4: cocci, bacilli, spirilla, and vibrio. And cocci, they are spherical in shape. Bacilli, they are rod shaped. You have to remember this rod. Spirilla, they are spiral shaped. They have their own flagella or cilia. Then vibrio, they are comma shaped. You have to keep in mind about the vibrio colony. Okay, and apart from this, നമുക്ക് വേറൊരു ക്ലാസിഫിക്കേഷൻ കൂടി വീണ്ടും വരുന്നുണ്ട്. നമ്മൾ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിങ്ഡം മുനീറ തന്നെയാണ്, വിട്ടു പോകണ്ട. ഫസ്റ്റ് കിങ്ഡം ആണ്. അതിൽ തന്നെ പിന്നെ അടുത്തത് ബാക്ടീരിയയിലെ തന്നെ നമുക്ക് മോഡ് ഓഫ് ന്യൂട്രീഷൻ അനുസരിച്ചും ക്ലാസിഫൈ ചെയ്യാം. മോഡ് ഓഫ് ന്യൂട്രീഷൻ അനുസരിച്ച് ബാക്ടീരിയ നമുക്ക് മെയിനായിട്ട് 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ഈസ് ഓട്ടോട്രോഫ്സ് ആൻഡ് ഹിയർ കുറച്ച് നീക്കി ചെയ്താൽ നമുക്ക് സ്പേസ് ഹെറ്ററോട്രോഫ്സ്. ഇതാണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ, അതായത് ഹൗ ദേ സിന്തസൈസ് ദെയർ എനർജി. എനർജി ഈസ് ഇൻ ദ ഫോം ഓഫ് ATP, അതായത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ് എല്ലാ ഓർഗാനിസത്തിനും മോസ്റ്റ് എനർജി സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് എ കെമിക്കൽ ദാറ്റ് യു ലേൺ ഡ്യൂറിംഗ് ദ ഹയസ്റ്റ് ക്ലാസ്സസ്. എനിഹൗ, ഈ മോഡ് ഓഫ് ന്യൂട്രീഷൻ ബേസ് ആയിട്ട് ആക്ച്വലി ദർ ആർ 2 categories. One is autotrophs and heterotrophs. So autotrophs എന്ന് വെച്ച് കഴിഞ്ഞാൽ they can synthesize their own
synthesize their own food or energy, synthesize own food or energy. I mean, it's mostly energy we are saying about here, okay? From inorganic sources. Inorganic sources വെച്ച് എന്താണ്? അജൈവ വസ്തുക്കളിൽ നിന്ന്, ഓക്കെ, നമുക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓട്ടോട്രോഫ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് വീണ്ടും ഈ ഓട്ടോട്രോഫ്സിന് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ആവുന്നതാണ്. ദേ ആർ photosynthetic autotrophs and chemosynthetic autotrophs. ഇത് രണ്ടും ഓട്ടോട്രോഫ്സിൻ്റെ തന്നെയാണ് ക്ലാസിഫിക്കേഷൻസ് ആണ്. ഫോട്ടോസിന്തറ്റിക് എന്ന് വെച്ചാൽ നമുക്കറിയാം, മോസ്റ്റ്ലി പ്ലാന്റ്സിൻ്റെ ഓർത്താൽ മതി. ഫോട്ടോസിന്തറ്റിക് വെച്ചാൽ ദേ സിന്തസൈസ് ദെയർ ഓൺ ഫുഡ് ഓർ എനർജി ഫ്രം യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ലൈറ്റ്, സൺലൈറ്റ് വെച്ചിട്ട് എനർജി യൂസ് ചെയ്യുന്നു, ഓക്കെ, പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഹിയർ കീമോസിന്തറ്റിക് എന്ന് വെച്ചാൽ ദേ മോസ്റ്റ്ലി produce a ATP molecule as from the oxidation of nitrogen or oxidation of nitrogen compounds, ammonia, nitrates, രണ്ട് ഫോമാണ്. ഇങ്ങനെയുള്ള കുറച്ച് കീമോസിന്തറ്റിക് ബാക്ടീരിയ ഇങ്ങനെയാണ് അവർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഓട്ടോട്രോഫ്സിൽ തന്നെ രണ്ട് കാറ്റഗറി, ഫോട്ടോസിന്തറ്റിക് ആൻഡ് കീമോസിന്തറ്റിക് ഉണ്ട്. കീമോസിന്തറ്റിക് കാർബൺ ഡൈ ഓക്സൈഡ് ലൈറ്റ് ഉപയോഗിച്ചിട്ട് എനർജി ഹാർനസ് ചെയ്യുന്നു. കീമോസിന്തറ്റിക് എന്ന് വെച്ചാൽ ഓക്സിഡേഷൻ ഓഫ് നൈട്രജൻ. ദാറ്റ് ഈസ് അഗെയിൻ വി ഹാവ് ടു കീപ് ഇൻ മൈൻഡ് ദിസ് ഈസ് ഇനോർഗാനിക് മോഡ്, ഓക്കെ, അജൈവ വസ്തുക്കളിൽ നിന്നാണ്. ഹെറ്ററോട്രോഫ്സ് എന്ന് വെച്ചാൽ ദേ പ്രൊഡ്യൂസ് ദെയർ എനർജി ഫ്രം ഓർഗാനിക് സോഴ്സസ്. ഫോർ എക്സാമ്പിൾ ഡീകമ്പോസിങ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ നിന്നൊക്കെ ആയിരിക്കും ദേ ആർ പ്രൊഡ്യൂസിങ് ദെയർ എനർജി. സോ ദീസ് ആർ കോൾഡ് എസ് ഹെറ്ററോട്രോഫ്സ്, ഓക്കെ. ഈ ഹെറ്ററോട്രോഫ്സിൻ്റെ ഫോർ എക്സാമ്പിൾ ഡെഡ് ഓർഗാനിസംസ് എന്നൊക്കെ ആയിരിക്കും. ഇതിൻ്റെ എക്സാമ്പിൾസ് എല്ലാം നമ്മൾ ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ, മെയിൻ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ പഠിക്കും. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. മോഡ് ഓഫ് ന്യൂട്രീഷൻ രണ്ട് തരം, ഓട്ടോട്രോഫ്സ്, ഹെറ്ററോട്രോഫ്സ്. മെയിൻ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഹിയർ ഇറ്റ് ഈസ് autotrophs are getting their energy from inorganic sources and heterotrophs synthesize their energy or food from organic sources. ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. അതിൽ തന്നെ ഓട്ടോട്രോഫ്സ് രണ്ട് തരം, ഫോട്ടോസിന്തറ്റിക് ആൻഡ് കീമോസിന്തറ്റിക്, അതും ഓർത്തിരിക്കുക. സോ ഇനി നമുക്ക് മെയിൻ ക്ലാസിഫിക്കേഷനിലോട്ട് പോവാം. സോ കിങ്ഡം മൊനീറ, അതിൽ ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. വൺ ഈസ് ആർക്കിബാക്ടീരിയ, അതർ വൺ ഈസ് യൂബാക്ടീരിയ. ഓർത്തിരിക്കുക, കിങ്ഡം മൊണീറ ഒന്ന്, ദിസ് വൺ ആൻഡ് ദിസ് വൺ, ഓക്കെ. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയാണ്, ആർക്കിബാക്ടീരിയ ആൻഡ് യൂബാക്ടീരിയ. ഈ ആർക്കിബാക്ടീരിയ എന്ന് വെച്ചാൽ ആർക്കെ ഇറ്റ് സെൽഫ്, the word is a Greek word which means that something old or ancient thing, okay. അതാണ് ഗ്രീക്ക് വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ആർക്കിബാക്ടീരിയ എന്ന് വെച്ചാൽ ദേ ആർ ദി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ അതിൽ ദേ ഹാവ് സ്പെഷ്യൽ സെൽ വോൾസ് ആയിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് ഓഫ് ദ സെൽ വോൾസ് ഒക്കെ നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിക്കും. സ്പെഷ്യൽ സെൽ വോൾ, എന്തിനാണ് സ്പെഷ്യൽ സെൽ വോൾ വേണ്ടത്? ബിക്കോസ് all these microorganisms comes under bacteria which comes under archaea, they live in extreme conditions. എക്സ്ട്രീം കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്താണ്? സാധാരണഗതിയിൽ ഒരു ഓർഗാനിസത്തിനും കഴിയാൻ പറ്റാത്ത ക്ലൈമറ്റ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഇക്കോളജിക്കൽ സിസ്റ്റത്തിലായിരിക്കും അവർ, ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷനിലായിരിക്കും അവർ ജീവിക്കുന്നത്. ആ എക്സ്ട്രീം കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് ദേ ഹാവ് ക്ലാസിഫൈഡ് ഇറ്റ് ആക്ച്വലി. കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. നമുക്ക് ഹാലോഫൈൽസ് എന്ന് പറയും. ഈ ഹാലോഫൈൽസ് എന്ന് വെച്ചാൽ ദേ ആർ എക്സ്ട്രീം സലൈൻ ആയിട്ടുള്ള ഒരു കണ്ടീഷൻസിൽ ജീവിക്കുന്ന ആർക്കിബാക്ടീരിയസ് ആണ്. ദെൻ വി ഹാവ് മെത്തനോജൻസ്. മെത്തനോജൻസ് മോസ്റ്റ്ലി നമ്മുടെ മാർഷ് ഏരിയാസിലൊക്കെ കാണുന്ന ഒരു മാർഷ് ഏരിയാസിൽ കാണുന്ന ഒരു ആർക്കിബാക്ടീരിയ ആണ്, മാർഷ് ഏരിയാസിൽ. ദെൻ ഓൾസോ വി ഹാവ് ദി തെർമോഅസിഡോഫൈൽസ്. ഈ തെർമോഅസിഡോഫൈൽസ് എന്ന് വെച്ചാൽ എന്താണ്? സോ തെർമോ മീൻസ് ഹോട്ട്, റൈറ്റ്? ഹോട്ടുള്ള കണ്ടീഷനിൽ. So it means that they have special ability to live in thermal vents or hot springs. എന്ന് വെച്ചാൽ ഹോട്ട് സ്പ്രിങ്സ് നിങ്ങൾ പറഞ്ഞു, ചൂട് നീരുറവകൾ കേട്ടിട്ടില്ലേ?
ഭയങ്കര ചൂടായിരിക്കും. അവിടെയൊക്കെ സാധാരണ ഇതിൽ ഒരു മൈക്രോ ഓർഗാനിസിനും സർവൈവ് ചെയ്യാൻ പറ്റില്ല. സോ വാട്ട് ദ സ്പെഷ്യാലിറ്റി ഈസ് ദാറ്റ് ദീസ് തെർമോസിഡോഫൈൽസ് ദേ ക്യാൻ ഗ്രോ ഓവർ ദേർ. ഓക്കെ, സോ എക്സ്ട്രീം കണ്ടീഷൻസിൽ തന്നെ ജീവിക്കുന്നുണ്ട് ഈ ബാക്ടീരിയനെ. ആർക്കി ബാക്ടീരിയനെ പല എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞ ഹാലോഫൈൽസ് ഉണ്ട്, മെത്തനോജൻസ് ഉണ്ട്, തെർമോസിഡോഫൈൽസ് ഉണ്ട്. സോ ഹാലോഫൈൽസ് എക്സ്ട്രീം സലൈൻ കണ്ടീഷൻസ്, മെത്തനോജൻസ് they live in marshy areas, and thermoacidophiles in thermal vents in hot springs. Okay, clear? And ഇതിൽ കുറച്ച് കമേഴ്ഷ്യൽ ആയിട്ടുള്ള എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്ക് ഈ ബാക്ടീരിയയെ കുറിച്ചിട്ട്. ആർക്കി ബാക്ടീരിയ എക്കണോമിക് ഇമ്പോർട്ടൻസ് അതിനകത്ത് ഒന്നാമത്തെ എക്കണോമിക് ഇമ്പോർട്ടൻസ് വെച്ചാൽ ബയോഗ്യാസ് പ്രൊഡക്ഷൻ. നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതായത് പശുക്കളുടെയൊക്കെ ഗട്ടിൽ, വയറിൻ്റെ ഉള്ളിൽ ആക്ച്വലി സം ഓഫ് ദീസ് മെത്തനോജൻസ് ക്യാൻ സർവൈവ്. ഓക്കെ, ആ മെത്തനോ ബാക്ടീരിയാസ് ആണ്. ഈ മെത്തനോജൻസ് ആക്ച്വലി they can convert the cow dung into biogas. നമ്മൾ കണ്ടിട്ടുണ്ട് പശുള്ള വീട്ടിലെ ആൾക്കാർക്കൊക്കെ, 3-4 പശുള്ള ഒരു വീട്ടിലൊക്കെ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാവും. ഓക്കെ, ആ ബയോഗ്യാസ് പ്ലാന്റിന് ആക്ച്വലി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഈ ചാണകം, ഈ കൗഡങ്ങിലുള്ള ഈ മെത്തനോജൻസ് ഉണ്ടാവും. ആ ഒരു ചാണകത്തിന് കൂടെ തന്നെ ഈ മെത്തനോജൻസ് കൂടെ പുറത്ത് വരും. സോ വൺസ് ഇറ്റ് പുട്ട് ഇൻസൈഡ് ദ പിറ്റ്, സോ സം സോർട്ട് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഹാപ്പൻ. ഓക്കെ, അത് നിങ്ങൾ കുറച്ചുകൂടെ ഹയർ ക്ലാസ്സിലാകുമ്പോഴത്തേക്കും പഠിക്കും എന്താണ് റിയാക്ഷൻ എന്ന്. സോ എനി ഹൗ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ ആർക്ക് ബാക്ടീരിയ വരുമ്പോൾ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ നോക്കണേ. ഫസ്റ്റ് ഇസ് ബയോഗ്യാസ് പ്രൊഡക്ഷനിൽ സം മെത്തനോജൻസ് ആർ ഇൻവോൾവ്. Just clear this and let you can see it. So economic importance of archaea. ഒന്ന് നമ്മൾ പറഞ്ഞതാണ് ബയോഗ്യാസ് പ്രൊഡക്ഷൻ. രണ്ടാമത്തത് ഇപ്പോൾ കുറച്ചും കൂടെ നമ്മൾ കേട്ടിട്ടുള്ള സംഭവമാണ് ഈ കോവിഡ് സമയത്തൊക്കെ PCR എന്നുള്ളതൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ PCR ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറയും, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. അപ്പോൾ അത് എന്താണ് ബേസിക്കലി അതിനകത്തൊരു വൺ ഓഫ് ദ കീ ഇമ്പോർട്ടൻറ്റ് എൻസൈം ആണ് ഈ നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു മെഷീനിൽ ഇട്ട് കഴിയുമ്പോൾ. ആ എൻസൈമിൻ്റെ പേരാണ് ടാക് പോളിമറൈസ് എന്ന് പറയും. ഓക്കെ, ടാക് പോളിമറൈസ്. ഈ ഒരു എൻസൈം കിട്ടുന്ന ആക്ച്വലി ദിസ് ഈസ് ഫ്രം ഒരു ആർക്കി ബാക്ടീരിയ ആണ്. ദ നെയിം ഇസ് തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയും. തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന ഒരു ആർക്കി ബാക്ടീരിയ ആണ് കിട്ടുന്നത്. സോ ബയോടെക്നോളജിയിൽ ദേ ഹാവ് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് റോളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ മെത്തനോജൻസിൻ്റെ നമ്മൾ പറഞ്ഞു. ഇങ്ങനെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഉണ്ട്. പിന്നെ ചില റെസ്ട്രിക്ഷൻ എൻസൈംസ്, അതായത് DNA കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എൻസൈംസ് ഒക്കെ കുറച്ച് ഈ ആർക്കി ബാക്ടീരിയയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്, നോർമൽ ബാക്ടീരിയ കിട്ടുന്നുണ്ട്. സോ ഇതാണ് നമുക്ക് ആർക്കി ബാക്ടീരിയ എക്കണോമിക് ഇമ്പോർട്ടൻസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. സോ നമ്മൾ പറഞ്ഞിരുന്നു മൊണീറയാണ്, രണ്ടെണ്ണമുണ്ട്, ആർക്കിയ ബാക്ടീരിയ ആൻഡ് യു ബാക്ടീരിയ. ഇപ്പോൾ നമ്മൾ ആർക്കിയ ബാക്ടീരിയ കണ്ടു, extreme conditions ജീവിക്കുന്നതാണ്. So U bacteria actually, what is it? This U bacteria they are called as the true bacteria. വളരെയേറെ കൂടുതൽ കാണുന്ന ബാക്ടീരിയം ഇത് തന്നെയാണ്. ഈ ട്രൂ ബാക്ടീരിയ they have a thick cell wall. And some of these bacteria are of many of the pathogenic bacteria ഉണ്ട്, normal bacteria നമുക്കറിയാം. But there are many useful and harmful bacteria. Okay, so അതിൽ തന്നെ ഒരു യൂസ്ഫുൾ ബാക്ടീരിയയുടെ പേര് പറയുകയാണെങ്കിൽ, so I think you might have heard of it. They are called as blue-green algae. പേര് കേൾക്കുമ്പോൾ ഇറ്റ്സ് എ പ്ലാന്റ് ആണ്, ആൽഗെ ആണെന്നൊക്കെ തോന്നും. ബട്ട് ആക്ച്വലി ദിസ് ഇസ് എ ബാക്ടീരിയ. ഇറ്റ്സ് കോൾഡ് as ബ്ലൂ ഗ്രീൻ ആൽഗയുടെ എന്താണ് സയനോ ബാക്ടീരിയ എന്നാണ് അതിനെ കോമൺ ആയിട്ട് വിളിക്കുന്നത്. സയനോ ബാക്ടീരിയ. ഓക്കെ, ഈ സയനോ ബാക്ടീരിയ എന്ന് പറയുന്ന ഈ ക്ലാസ് ആക്ച്വലി ദേ ആർ ഇൻവോൾവ്, നമുക്ക് യൂസ്ഫുൾ ആണ്. ഓക്കെ, സം ഓഫ് ദി സയനോ ബാക്ടീരിയ they can fix atmospheric nitrogen. Okay, so some of the examples of the cyanobacteria there include Nostoc and Anabaena. 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 ഈ രണ്ട് ബാക്ടീരിയാസ് ഒക്കെ cyanobacteria they are able to fix atmospheric nitrogen. ഓക്കെ, അത് ഒരു സ്പെഷ്യലൈസ് സ്ട്രക്ചറാണ്, പ്ലാന്റ് റൂട്ട്സിലൊക്കെ പോയിട്ട് അത് ഹെറ്ററോസിസ്റ്റം എന്നൊക്കെ പറയും. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഇനി ഹൈ വേർഡ് മാത്രം ഓർത്തിരിക്കുക. സ്പെഷ്യലൈസ്ഡ് പ്രൊപ്പോർഷനിലാണ് ഇവരെ കോളനൈസ് ചെയ്യുന്നത്. ഈ ബ്ലൂ ഗ്രീൻ ആൽഗ എന്ന് പറഞ്ഞാൽ they can found either in water or on the land. ടെറസ്ട്രിയലും വാട്ടർ ബോഡീസിലും കാണുന്ന കൈൻഡ് ഓഫ് ബാക്ടീരിയയാണ് സയനോബാക്ടീരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോട്ട് ഓഫ് ഇതിനകത്ത് ഈ ബാക്ടീരിയയിൽ തന്നെ നമ്മൾ ബാക്ടീരിയൽ നേരത്തെ ന്യൂട്രീഷൻ പറഞ്ഞപ്പോൾ പഠിച്ച മറ്റേ ഓട്ടോട്രോപ്സും ഹെറ്ററോട്രോപ്സും എല്ലാം ഈ കൂടുതലുണ്ട്. ബിക്കോസ് അതിൽ രണ്ട് ഗ്രൂപ്പിലും വരുന്നതാണ് ഓട്ടോട്രോപ്സും ഹെറ്ററോ. അതാണ് നമ്മൾ ജനറൽ ക്ലാസിഫിക്കേഷൻ ആയിട്ട് ആദ്യം പഠിച്ചത്.
ആർക്കിയോബാക്ടീരിയലും യു ബാക്ടീരിയലും വരുന്നത് പോലെ ഉണ്ട്. യു ബാക്ടീരിയയിൽ കൂടുതൽ ലോട്ട് ഓഫ് ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന ബാക്ടീരിയ ഉണ്ട്, അല്ലാത്ത ബാക്ടീരിയ ഉണ്ട്. ഓർഗാനിക് ഫുഡ് ഉണ്ടാക്കുന്ന ATP ഓർഗാനിക് ഫുഡിൽ നിന്ന് മാറ്റർ ഉണ്ടാക്കുന്നുണ്ട്, ഇനോർഗാനിക് മാറ്റർ ഉണ്ടാക്കുന്നുണ്ട്. സോ അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ആ ക്ലാസിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട് യു ബാക്ടീരിയയിൽ. പിന്നെ പ്രത്യേകിച്ച് പഠിക്കാനുള്ളത് ഈ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയയുടെ ഒരു നമുക്കിപ്പോൾ പഠിക്കാനുള്ള ഒരു ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ എന്ന് വെച്ചാൽ എന്താണ്? ഈ കൂട്ടത്തിൽ കുറെ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയക്ക് ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ദേ ഗെറ്റ് ദെയർ എനർജി ഫ്രം ഓർഗാനിക് സോഴ്സസ് അല്ലേ? ഓർഗാനിക് സോഴ്സസിൽ നിന്നാണ് ദേ ഗെറ്റ് ദെയർ എനർജി ഫ്രം. അങ്ങനെയുള്ള എക്സാമ്പിൾ ആണ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പാലിൽ നിന്ന്. Okay, one of these bacteria is called as lactobacillus. Example നിങ്ങൾ ഓർത്തിരിക്കുക because this is important. They can convert milk to curd. Okay, so some of these lactobacterial species, അതിനാണ് സ്പീഷീസ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഷീസ് ആണ് അർത്ഥം. പല സ്പീഷീസിലുണ്ടാവും. അതിൽ അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ലാക്ടോബാസിലസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെന്താണ് ഡീകമ്പോസേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ ഈ മെറ്റീരിയൽസ് എല്ലാം ഡീകമ്പോസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ബാസിലസ് എന്ന് പറയുന്ന സ്പീഷീസിൽ പെട്ട കുറച്ച് ബാസിലസ് സ്പീഷീസ് ബാക്ടീരിയ ഉണ്ട്. പിന്നെയുള്ളത് ആൻറ്റിബയോട്ടിക്സ്. നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കേട്ടിട്ടില്ലേ? എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് വരെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആൻറ്റിബയോട്ടിക്സ്. സോ ഫ്രം വേർ ദേ ആർ ഗെറ്റിംഗ് നാച്ചുറൽ സോഴ്സ് എന്ന് പറയുന്നത് ദേ ആർ ഓൾസോ ഫ്രം ബാക്ടീരിയ. ഓക്കെ, ആൻറ്റിബയോട്ടിക്സ് ഓൾസോ വി ആർ ഗെറ്റിംഗ് ഫ്രം ബാക്ടീരിയ. അതിന് സ്ട്രെപ്റ്റോമൈസസ്, ഇത് ബാസിലസ് അല്ല, ഇപ്പോൾ തെറ്റിപ്പോയി. ഇത് ഡീകമ്പോസ് സ്യൂഡോമോണസ് ആണ്. സോറി, മൈ മിസ്റ്റേക്ക്, ഹ്യൂജ് മിസ്റ്റേക്ക്, ഡോണ്ട് തിങ്ക് ദാറ്റ്. സ്യൂഡോമോണസ് ആണ് ഡീകമ്പോസ്. എക്സാമ്പിൾ ഇപ്പോൾ ഏതാണ്? സ്യൂഡോമോണസ് സ്പീഷീസ് ആണ്. സ്ട്രെപ്റ്റോമൈസസും ബാസിലസും ആണ് എക്സാമ്പിൾസ് ഓഫ് നമുക്ക് ആൻറ്റിബയോട്ടിക്സ് കിട്ടുന്നത്. ഓക്കെ, പിന്നെ ബാസിലസ് നിങ്ങൾ കേൾക്കും കുറച്ചുകൂടെ ഹയർ ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴത്തേക്കും ഒരു ടോക്സിൻ ഒക്കെ ഉണ്ട് ഇതിനകത്ത്, ബാസിലസ് തുറിഞ്ചിയൻസ് എന്നൊക്കെ പറഞ്ഞ്. ഇനി വാട്ട് എവർ ഇറ്റ് ഈസ്, അത് നിങ്ങൾ കുറേ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഹയർ ക്ലാസ്സസ് ചെല്ലുമ്പോൾ. സോ ഓർത്തിരിക്കുക എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് നമ്മൾ പഠിച്ചത് ദിസ് ഈസ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ആണ്. എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. You can write general economic importance ചോദിച്ചാൽ ഇത് എഴുതാം. ബിക്കോസ് ഇഫ് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആൻസർ ചെയ്യാവുന്നേ ഉള്ളൂ. സോ ഓർത്തിരിക്കുക. സോ ദീസ് ആർ ദ ബേസിക് ക്ലാസിഫിക്കേഷൻസ്. പിന്നെ ഉള്ള വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, അടുത്തത് റീപ്രൊഡക്ഷൻ വേസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ കൂടെ ജസ്റ്റ് ടെക്സ്റ്റിൽ നിങ്ങളുടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. റീപ്രൊഡക്ഷൻ ക്ലാസിഫിക്കേഷൻ പറയാൻ പറ്റില്ല. എങ്ങനെയാണ് ബാക്ടീരിയൽ റീപ്രൊഡക്ഷൻ എന്ന്? മോസ്റ്റ്ലി ബൈനറി ഫിഷനാണ് ബാക്ടീരിയ. ഈ രണ്ട് ബാക്ടീരിയ ഇഷ്ടപ്പെട്ടതാണെങ്കിലും ദ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ കുഡ് ബി മോസ്റ്റ്ലി ബൈനറി ആയിരിക്കാം. ആൻഡ് ഇഫ് ഇറ്റ്സ് ഒരു ഫേവറബിൾ കണ്ടീഷൻ അല്ല എന്നുണ്ടെങ്കിൽ സം ബാക്ടീരിയ ദി പ്രൊഡ്യൂസ് സ്പോർസ് എന്ന് പറയും. സ്പോർസ് എന്ന് വെച്ചാൽ എന്താണ്? കുത്തൂത്ത് പോലെയുള്ള ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ ഉണ്ടാവും. ആ സ്ട്രക്ചറിൽ നിന്ന് ഇതിങ്ങനെ സ്പോർസ് ആ ഒരു സാക്കിൻ്റെ ഉള്ളിൽ പോലെ ഉണ്ടാവും. ഫേവറബിൾ കണ്ടീഷൻസ് വരുമ്പോൾ ഈ സ്പോർസ് പൊട്ടി പുറത്തോട്ട് പോയി ദേ ക്യാൻ മേക്ക് എ ന്യൂ ബാക്ടീരിയ. സോ ദിസ് സ്പോർസ് ആയിട്ടുണ്ടാവും. ബൈനറി ഫിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഒരു ബാക്ടീരിയ രണ്ടായിട്ട് മാറും, അല്ലെങ്കിൽ അതിൻ്റെ ഇങ്ങനെ ആവും. ഓക്കെ, സോ ബൈനറി ഫിഷനാണ് നോർമൽ മോഡ്. ഇതാണ് മോസ്റ്റ്ലി ബാക്ടീരിയ സംഭവിക്കുന്നത്. ആൻഡ് സം ദേ ഓൾസോ റിപ്രൊഡ്യൂസ് എ കൈൻഡ് ഓഫ് സെക്ഷുവൽ റിപ്രൊഡക്ഷൻ വേണമെങ്കിൽ പറയാം, ബൈ ഫോർമേഷൻ ഓഫ് സംതിങ് കോൾഡ് ഒരു കോൺജുഗേഷൻ ട്യൂബ് എന്ന് പറയും. നിങ്ങൾ ഹയർ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ പഠിക്കും. ഇതൊരു ബാക്ടീരിയ 1 ആണ്, ഇത് ബാക്ടീരിയ 2. സോ ദേ മേക്ക് കൈൻഡ് ഓഫ് ട്യൂബ് ആൻഡ് ദേ എക്സ്ചേഞ്ച് ദെയർ ജനറ്റിക് മെറ്റീരിയൽ. ജനറ്റിക് മെറ്റീരിയൽ ഏതാണ്? ഡിയോക്സിറൈബോന്യൂക്ലിക് ആസിഡ് ആവാം, ഏതായാലും കുഴപ്പമില്ല. വാട്ട് എവർ ദി മെറ്റീരിയൽ, ജനറ്റിക് മെറ്റീരിയൽ RNA ആവും, DNA ആവും. മോസ്റ്റ്ലി DNA തന്നെയാണ്. സോറി, നമുക്ക് ഹയർ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ പഠിക്കും നിങ്ങൾ എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം. ജനറ്റിക് മെറ്റീരിയൽ ഈ ട്യൂബ് വഴി പോവാം. സോ ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് എസ് കോൺജുഗേഷൻ. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ളത്. പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞിരിക്കുന്നുണ്ട് അബൌട്ട് മൈക്രോപ്ലാസ്മ. They are the smallest microorganism known. Actually, we cannot include them in bacteria. And most of these guys are harmful. They are pathogens. Either plant pathogen, animals pathogen. Mostly this group is a pathogenic organisms. And the speciality is that they can survive without oxygen. So ഇതാണ്. ഓക്കെ,
ഇത്രയും കാര്യങ്ങളാണ് ഈ ടെക്സ്റ്റിൽ നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിൽ നമുക്ക് കിങ്ഡം മൊണീരയെ കുറിച്ച് പറയാനുള്ളത്. സോ മൊണീരയിലെ ബേസിക് ആൾക്കാർ രണ്ടുപേരാണ് ആർക്കിബാക്ടീരിയ ആൻഡ് യൂബാക്ടീരിയ. ആർക്കിബാക്ടീരിയ, they are the oldest species and they live in extreme conditions, and eubacteria, they are true bacteria and they have a lot of economic importance for this bacteria. I mean, as I mentioned, a lot of economic importance for this bacteria, eubacteria also. Okay, so if you have any doubts, just write to me, and thank you for watching the video. Please subscribe to my channel if you didn't subscribe to it yet.